26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. റേറ്റിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഇന്ന് ഏകദേശം ഇന്നലത്തെ റേറ്റിൽ നിന്ന് 70 രൂപയുടെ വ്യത്യാസം വന്നുള്ളൂ. ഇന്ന് 13,245 റേറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു വീക്ക് നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സ്റ്റഡിബിൾ ആയിട്ടുള്ള റേറ്റാണ്. വലിയ ഫ്ലക്ച്വേഷൻ വന്നിട്ടില്ല. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ എന്ന് വെച്ചാൽ അത് ഒരു നമ്മളെ മാർക്കറ്റ് അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ലൈവ് നമുക്കൊരു ഓഫർ റൺ ചെയ്യുന്നോട്ട് പോകുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ആ റേറ്റ് തന്നെ ഉണ്ട്. 1,07,000 ആ റേഞ്ച്, 1,06,500 ആ റേഞ്ചിൽ തന്നെയാണ് ഓൾമോസ്റ്റ് ഇപ്പം ഒരു 1 വീക്ക് ആ റേഞ്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിലവിൽ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗോൾഡിൻ്റെ വേരിയേഷൻ അല്ലേ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഇപ്പം ബൈങ് നമുക്ക് അങ്ങനെ വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല. കാരണം ഇപ്പം കുറേ നാളുകൊണ്ട് റേറ്റ് ഇപ്പോൾ ഒരു സ്റ്റഡിയാണ്. ഒരു 13,000 റേറ്റിൽ തന്നെയാണ് നിന്ന് പോകുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് തന്നെ ബൈങ്ങിന് വലിയ വേരിയേഷൻ വന്നില്ല. ഇപ്പോൾ ഓണം സീസൺ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ റൺ ചെയ്ത് പോകുന്നുണ്ട്. നിലവിൽ നമുക്ക് നല്ലൊരു പാക്കേജ് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് കമ്മിങ് ഓണത്തിന് വേണ്ടിയിട്ടും. അത് കൂടാണ്ട് നിലവിൽ ഇപ്പം നമുക്കൊരു ഡയമണ്ട് ഫെസ്റ്റ് റൺ ചെയ്ത് പോകുന്നുണ്ട്. ജൂലൈ 3 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 12 വരെയാണ്. 10 ഡേയ്സ് പ്രോഗ്രാമാണ്. മേടിക്കാനൊക്കെ പറ്റും. പിന്നെ സെലക്ഷനുണ്ട്, കൂടുതൽ സെലക്ഷനുണ്ട്. ഇന്നലെ ഒന്ന് ഞങ്ങൾ കുറേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം മോക്കും വൈഫിനും ഒക്കെ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, അവർക്ക് ഇഷ്ടമുള്ളത് അവരെടുത്തിട്ടുണ്ട്. ഫങ്ഷനൊക്കെ ഒന്ന് എടുക്കാറുണ്ട്, ഇവിടെ ഒന്ന് എടുക്കാറുണ്ട്. വിലയുടെ ഭാഗം കൂടുതൽ തന്നെയാണ്. കാരണം സാധാരണക്കാരനൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, വില കൂടും, വില ഇനിയും കൂടും. ഇപ്പം കുറച്ച് കുറവുണ്ടായിട്ടാണ് ഞങ്ങളൊന്ന് മേടിക്കുന്നത്. അല്ല, നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്വർണം. കാരണം നമുക്കത് വീണ്ടും നമുക്ക് ഒന്നുകിൽ പ്ലഡ്ജ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷനുണ്ട്. അത് നല്ലൊരു സ്കീമായിട്ട് മറ്റ് ആഭരണങ്ങളെക്കാൾ സ്വർണം നമുക്ക് പ്ലഡ്ജ് ചെയ്യാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് സ്വർണത്തിലോട്ട് തന്നെ മാറുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഇവരെപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്വർണം മാക്സിമം വാങ്ങുക. കാരണം അതെപ്പോഴും ഫ്യൂച്ചറിലേക്ക് നമുക്കിപ്പോൾ വലിയ വലിയ കാശ് ഉണ്ടാവില്ലല്ലോ. നമ്മളുടെ കുറച്ച് കാശ് ഉള്ളെങ്കിലും അത് വെച്ചിട്ട് എപ്പോഴും എന്തെങ്കിലും ഗോൾഡൊക്കെ വാങ്ങിച്ച് വെക്കുക. അതാകുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലപോലെ ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇൻട്രസ്റ്റിനെക്കാട്ടി കൂടുതൽ സ്വർണം വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റാണ്. എനിക്ക് അധികം ഇപ്പം നമ്മളാരും സ്വർണം വാങ്ങിച്ച് ഇടാറില്ലല്ലോ. കൂടുതലും ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും ഇടുന്നത്. പക്ഷേ സ്വർണം അല്ലാതെ വാങ്ങി വെക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ് അവരെനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും അതിനോട് യോജിക്കുന്നുണ്ട്. എനിക്ക് കൂടുന്നേ തോന്നുള്ളൂ. കാരണം ഇനിയും യുദ്ധം ആ ഒരു എറ വരുക അപ്പോൾ സ്വർണത്തിൻ്റെ വില എന്തായാലും കൂടത്തേ ഉള്ളൂ, കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറഞ്ഞാലും അതിനനുസരിച്ചുള്ള പീക്ക് ഇൻക്രീസ് ഗ്രാജുവലി വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കൂടും. അതുകൊണ്ടാണ് ഇപ്പോഴായിരിക്കും വില കുറഞ്ഞിരിക്കുന്നത്. ഇനി ചിങ്ങമാസം ആകുമ്പോഴത്തേനും കൂടുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ അപ്പോഴത്തേക്ക് നമുക്ക് കൂടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റി വേണമെങ്കിൽ എടുക്കാം. കാരണം ഇപ്പോൾ കുറഞ്ഞ് നിൽക്കുമ്പോൾ വാങ്ങുന്നതല്ലേ നല്ലത്. സ്വർണ്ണമാണ് നമുക്ക് കൂടുതൽ നല്ലത് വാങ്ങാൻ. ഡയമണ്ട് ആകുമ്പോൾ ആ ക്യാഷിനല്ലേ കിട്ടുള്ളൂ. സ്വർണ്ണം വാങ്ങും. മുതൽക്കൂട്ടാണ്. ഒരിക്കലും അത് നഷ്ടമായിട്ട് വരത്തില്ല. അപ്പോൾ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വന്നാലും ശരി, എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. കാരണം എൻ്റെ കല്യാണത്തിനൊക്കെ 400 രൂപ ഒരു ഗ്രാമിനുള്ളായിരുന്നു. പക്ഷേ ഇപ്പം 13,000 രൂപ ഒരു ഗ്രാമിനായി. അപ്പോൾ എപ്പോഴായാലും 400-ലോട്ടൊന്നും ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല. ഉണ്ട്. തീർച്ചയായിട്ടും കൂടെ ഇതിൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിൽ വരുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പഴയ രീതിയിലേക്ക് 50,000 ഒന്നും ആവാൻ പോകുന്നില്ല. ഇതിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൊണ്ട് ഒരിക്കലും ഒരു നഷ്ടം വരാൻ പോകുന്നില്ല ഗോൾഡിൽ. അത് അനുഭവം കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഓയിലിൻ്റെ റേറ്റ് കൂടിയത് കാരണം ഗോൾഡിന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിനായിരുന്നാലും ഗോൾഡ് പർച്ചേസ് അങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ,
അല്ല, കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അങ്ങനെ ആയിട്ടാണ് ഗോൾഡ് പൊതുവെ പർച്ചേസ് ചെയ്യുന്നത്. അതായത് മന്ത്ലി പ്ലാൻ ഉണ്ടല്ലോ, അങ്ങനെ ഗോൾഡ് പർച്ചേസ് ചെയ്യാറുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.